നാളെ നരകത്തിൽ കടന്ന് കത്തിയെരിയാൻ നിങ്ങൾക്ക് കഴിയില്ല. സ്വർഗം കിട്ടണമെന്ന് നിങ്ങൾക്ക് സന്തോഷമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് റാഹത്തുണ്ടെങ്കിൽ, അങ്ങനെ കിട്ടണമെന്ന ഒരു ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ നിർബന്ധമായും മാറിയേ പറ്റൂ. ആരാ നമ്മളെ പരിഹസിക്കുക? അങ്ങാടി ചെക്കന്മാര് പരിഹസിക്കുന്നതിന് നമ്മൾ മാറണം. വേണ്ട, ഒരു മുസ്ലിമിന്റെ വേഷമായിട്ട് മാറട്ടെ. ഒരു ഇത്രയല്ലേ നീളം കുറക്കേണ്ടതുള്ളൂ. അതൊന്നും അല്ല ഉസ്താദെ, അത്രയൊന്നും കുറച്ചാൽ മതിയാവൂല. ഇത്രയൊക്കെ കുറക്കണം. കാരണം ഇതിങ്ങനെ അടക്കി കാലൊക്കെ അങ്ങനെ മൂടി ഇങ്ങനെ കിടക്കുകയല്ലേ. എന്താ മട്ടം എന്നറിയുന്നത്? അങ്ങനെ വലിച്ചഴച്ച് ഇങ്ങനെ നടക്കുക. എന്താ സന്തോഷം പഠിച്ചോനെ. ഒറ്റ വാക്ക് മാത്രം മതി. അള്ള നോക്കൂല എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിക്ക് ഇത്ര വേദനയുള്ള കാര്യമാണത്. അള്ള അവനെ നോക്കൂല എന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് അതങ്ങനെ. തുണി എടുക്കണവരെ പറ്റിയാ നേരത്തെ പറഞ്ഞത്. തുണി എടുക്കണവര് നല്ലോണം കരുതണം. തുണി എടുക്കുന്നവര് പ്രത്യേകിച്ച് മുതലാളിമാർക്ക് അങ്ങനെ ഒരു ധാരണ ഉണ്ട്. ഞാൻ തിരൂരങ്ങാടിയിൽ നിന്ന് പ്രസംഗിക്കുമ്പോഴാണ് ഒരാൾ പറഞ്ഞത്, ഉസ്താദെ മുതലാളിമാർക്ക് ഇപ്പൊ അങ്ങനെ ഒരു പ്രത്യേക ഒരു ട്രെൻഡ് ഉണ്ട്. മുതലാളിയാണെങ്കിൽ തുണി ഇറക്കണം, ഉടുത്താൽ കയറ്റി ഉടുത്താലും അവനൊരു സാധുവായിട്ട് ഫക്കീറായിട്ടാവും അല്ലേ. എന്നാൽ ആ ധാരണയൊക്കെ മാറ്റി വെച്ചില്ലെങ്കിൽ തൽക്കാലം പരലോകത്ത് രക്ഷപ്പെടില്ല. ശക്തമായ അദാബാ വരാനിരിക്കും. അത് ഇൻഷാ അല്ലാഹ് അവസാന ഘട്ടത്തിലേക്ക് ഞാൻ ഉത്ബോധിപ്പിക്കും. അപ്പൊ അതിന്റെ മുമ്പ് മാറണം എന്ന് നിയ്യത്തുള്ളവരോട് ഞാൻ പറയുന്നു, മാറിക്കോ. ഇതൊക്കെ ഉണ്ടാകാൻ പോകുന്നതാണല്ലോ. ഈ പറഞ്ഞ ചുടുവെള്ളം കുടിക്കലും, ഈ പറഞ്ഞ തീപ്പൊരി ആസ്വദിക്കലും, ഈ തീയിൽ കിടന്ന് കത്തലും, ഇതൊക്കെ എത്രയോ ഇതിനൊക്കെ വേണ്ടതുള്ളൂ. കണ്ണാട് ചിമ്മ, പിന്നെ കണ്ണ് എഴുന്നേൽക്കുക. ഈ താമസേ ഉള്ളൂ. കണ്ണ് ചിമ്മി രണ്ടാമത് കണ്ണ് എഴുന്നേറ്റാൽ ഉറപ്പാണ്. ഞാൻ നിങ്ങൾ അനുഭവിക്കേണ്ട യാഥാർത്ഥ്യം. നമ്മൾ ഇതിനെ ഉട്ടോപ്പിയായി കാണുന്നവരല്ല. നമ്മളിത് എന്തോ ഒരു സാങ്കല്പിക കഥയായി കാണുന്നവരല്ല. ഉണ്ടാകുന്ന ഉറച്ചു വിശ്വസിക്കുന്നവരാണ്. പിന്നെന്തേ നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്തത്? പിന്നെന്താ വിശ്വസിക്കാൻ കഴിയാത്തത്? നമുക്ക് പരലോകത്തിൽ ഈമാനില്ല. അല്ലാഹു സലാമത്താക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളെ നീ സലാമത്താക്കണേ റഹ്മാനെ. പടച്ചോനെ, ഞങ്ങളെ നീ സലാമത്താക്കണേ റഹ്മാനെ. ഈമാനിന്റെ കടുകട്ടി ഞങ്ങളുടെ ഹൃദയത്തിന് നൽകി ഞങ്ങളെ നീ സന്തോഷിപ്പിക്കണേ റഹ്മാനെ. നിർബന്ധമായിട്ടും എന്റെ കൂട്ടുക. അപ്പൊ തുണി എടുക്കുന്നവരൊക്കെ ഒന്ന് പൊക്കി എടുക്കുക. പറഞ്ഞാൽ ആ നെരിയാണ്ട് ഒപ്പം തന്നെയെങ്കിലും എടുത്തൂടെ? എടുക്കാലോ. ഒരു കുട്ടിയും പരിഹസിച്ചോ? ഞാൻ പറഞ്ഞു, കുറെ എഞ്ചിനീയർമാരും ഡോക്ടർമാരും ഒക്കെ ഇങ്ങനെ നടക്കുന്നവരോടൊക്കെ ചോദിച്ചു നോക്കണ്ടേ, നിങ്ങൾ ആരെങ്കിലും ഒപ്പം നടന്ന് എത്ര ഈ ഇങ്ങനെ പാൻറ് കൊടുത്തു ചോദിച്ചോ? ഉണ്ടാവൂല. ഇനി കളിയാക്കി ആരാ കളിയാക്കുക? ഈ നേരത്തെ പറഞ്ഞ സൈസിലെ അവര് കളിയാക്കിയാൽ എവിടെ എത്തുന്നു? ഞാൻ സൂറത്തുൽ മുത്തഫിഫീനയിൽ നിന്ന് പറഞ്ഞുതരാം. സൂറത്തുൽ മുത്തഫിഫീനയിൽ പറഞ്ഞുതരാം. അവരെ കളിയാക്കൽ ഏതുവരെ ഉണ്ടാകും? സൂറത്തുൽ മുത്തഫിഫീനയിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ആര് റൗഡി സെറ്റ് പരിഹസിച്ചാൽ, റൗഡി സെറ്റ് നമ്മൾ നന്മ ചെയ്യുമ്പോൾ നമ്മളെ പരിഹസിക്കും. അതാ ഇവൻ പോസ്റ്റർ ഒട്ടിച്ച് നടക്കുമ്പോ, ഇവൻ ദീനിന് വേണ്ടി പ്രവർത്തിച്ച് നടക്കുമ്പോ, ഇവൻ നെരിയാണിന്റെ മേലെ മുണ്ടുടുത്ത് നടക്കുമ്പോ ഇവനെ പരിഹസിച്ചുവല്ലേ. എന്നാൽ ആ വിഭാഗത്തിന് അല്ലാഹു കടുത്ത താക്കീത് നൽകുന്നു. എന്താ താക്കീതെന്നറിയോ? ഇവിടെ വെച്ച് പരിഹസിച്ച ഇവൻ, പരിഹസിക്കപ്പെട്ട സാധു, ഈ സാധു നാളെ പരലോകത്ത് വെച്ച് പടച്ച റബ്ബിനോട് പറയും, നാഥാ, എന്നെ പരിഹസിച്ചിരുന്ന എന്റെ കൂട്ടുകാരൻ ജഅഫർ ഉണ്ടായിരുന്നല്ലോ പടച്ചവനെ. ഞാൻ ദീനിന്റെ കൊടി പിടിച്ചപ്പോ, ഞാൻ ദീനിന്റെ പോസ്റ്റർ ഒട്ടിച്ചപ്പോ, ഞാൻ വയലിന്റെ പോസ്റ്റർ ഒട്ടിച്ചപ്പോ, വയലിന് വേണ്ടി വേദിയൊരുക്കുമ്പോ, ഗാനമേളക്ക് വേണ്ടി വേദിയൊരുക്കുന്ന കൂട്ടുകാരൻ എന്നെ പരിഹസിച്ചു. ഇയൊക്കെ ഇടുന്നാടോ നേരം വിളിക്കാത്ത ചങ്ങായി. ഞാൻ ഒരു താടി വെച്ച് നടന്നപ്പോ എന്നെ പരിഹസിച്ചു. ഞാൻ ഇസ്ലാമിക വേഷത്തിൽ നടന്നപ്പോ എന്നെ പരിഹസിച്ചു. പഠിച്ചോനെ, അവരെ ഒന്ന് കാണിച്ചു തരുമോ? ഞാൻ കുറച്ചൊന്ന് പാൻസ് ഒന്ന് പൊന്തിച്ചു കൊടുത്തപ്പോഴേക്ക് മൊല്ലാക്ക വരുന്നത് കണ്ടില്ലേ എന്ന് പറഞ്ഞു. ആര്? എന്റെ കൂട്ടുകാരൻ. അപ്പൊ സ്വർഗത്തിലെത്തിയിട്ട് ഈ അഷ്റഫ് പറയുന്നു, പഠിച്ചവനെ, എന്നെ പരിഹസിച്ചിരുന്ന ജഅഫറിനെ ഒന്ന് കാണിച്ചു തരുമോ? നോക്ക്, ഇന്നല്ലദീന അജ്റമൂ കാനൂ മിനല്ലദീന ആനൂ യദ്ഹഖൂൻ വഇദാ മർറൂ ബിഹിം യതഗാമസൂൻ വഇദാ ഖലബൂ ഇലാ അഹ്ലിഹിം ഖലബൂ ഫഖീൻ വഇദാ റഅൗഹും ഖാലൂ ഇന്ന ഹൗലാഇ ലദാല്ലൂൻ വമാ ഉർസിലൂ അലൈഹിം ഹാഫിളീൻ ഫൽയൗമ അല്ലദീന ആമനൂ മിനൽ കുഫാരി യദ്ഹഖൂൻ അലൽ അറായികി യൻദുറൂൻ ഹൽ സുവിബൽ കുഫാറു മാ കാനൂ യഫ്അലൂൻ. ഇവരെ കുറിച്ചാണ് പറഞ്ഞത് റസൂലുള്ളാഹി. ഈ ഹദീസിൽ ആയത്ത് ഇങ്ങനെ വിശദീകരിച്ചിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, സഹാബ, ഇവിടുന്ന് നല്ലത് ചെയ്യുമ്പോഴേ
എന്റെ കൂട്ടുകാരെ പരിഹസിച്ചവരുണ്ടാവും. ഇവരുന്ന് നല്ലത് ചെയ്ത് നടക്കുമ്പോൾ എന്റെ കൂട്ടുകാരെ പരിഹസിച്ചവരുണ്ടാകും. ആ പരിഹസിച്ച ആളുകൾക്ക് നാളെ പരലോകത്ത് വരാനുള്ള അദാബാണ് ഈ പറഞ്ഞത്. അപ്പൊ ഇവിടുന്ന് പരിഹസിക്കപ്പെട്ട അഷ്റഫ് നാളെ പഠിച്ചവനോട് പറയും, പഠിച്ചവനെ എന്നെ ഇങ്ങനെ കളിയാക്കിയിരുന്ന ഒരു ചങ്ങായി ഉണ്ടായിരുന്നു, അന്ന് ഞാൻ അവനോട് പറഞ്ഞു പരലോകത്തെത്തുമ്പോൾ നമുക്ക് കാണാടാം. പക്ഷെ ഇവിടുന്ന് അവനെ കാണാനില്ലല്ലോ, ഒന്ന് തിരിച്ചു പരിഹസിക്കാൻ. അപ്പൊ അള്ളാഹു പറയും, സുഹൃത്തെ, നിന്റെ സുഹൃത്തിനെ ഞാൻ കാണിച്ചു തരാം. നീ ഇരിക്കുന്ന നിന്റെ സ്വർഗീയ സീറ്റിൽ അതാ തൊട്ടു മുമ്പിൽ ഒരു ഹോള് വരുന്നു. ആ ഹോളിലൂടെ നീ ശ്രദ്ധിക്കുക. അകത്തുനിന്ന് പുറത്തു വന്ന് നിൽക്കുന്ന ആളെ വാതിലിന്റെ ഹോളിലൂടെ നമ്മൾ ഇങ്ങനെ ശ്രദ്ധിച്ചാൽ, അല്ലെ, വാതിൽ പഴുതിലൂടെ ഇങ്ങനെ ശ്രദ്ധിച്ചാൽ നമുക്ക് എല്ലാം കാണാം. അതുപോലെ നല്ല സുന്ദരമായ ഒരു ഹോള്. ആ ഹോളിലൂടെ ഇങ്ങനെ നോക്കുമ്പം ഹബീബ് പറയുന്നു, തന്നെ പരിഹസിച്ച ജഅഫറിനെ അവൻ കാണുന്നത് നരകത്തിന്റെ ഒത്ത നടുക്കതാ കിടക്കുന്നു. നരകത്തിലെ തീയ് നേരത്തെ പറഞ്ഞ അതാ കൊട്ടാരത്തോളം വലിപ്പമുള്ള തീപ്പൊരികളാണ് അതിൽ നിന്ന് പറക്കുന്നത്. ആ തീയുണ്ടകൾ, തീജ്വാലകൾ ഇങ്ങനെ കത്തി പൊങ്ങുകയാണ്. അവിടെ കിടന്നവൻ ഇങ്ങനെ കത്തുന്ന രംഗം കൃത്യമായി സ്വർഗത്തിൽ നിന്ന് നരകത്തിലേക്ക് ഇങ്ങനെ കാണാം. അപ്പൊ ഇവൻ പറയുന്നു, പഠിച്ചോനെ, കണ്ടു എന്റെ മനസ്സിന് സന്തോഷമായി. കാരണം എന്നെ ഒരുപാട് പരിഹസിച്ചവനാണ്. കണ്ടില്ലേ അവന്റെ ചുണ്ടും ചെറിയുമൊക്കെ കോടുന്നത്. അവൻ വല്ലാതെ വേദന സഹിക്കുന്നുണ്ട്. പഠിച്ചോനെ, അവനെ ഒന്ന് നേരിട്ടൊന്ന് പരിഹസിക്കാൻ കൂതിയുണ്ടായിരുന്നു. എന്നെ ഒന്ന് അവന് കാണിച്ചു കൊടുക്കുവോ? ഉടനെ തന്നെ അല്ലാഹു പറയും, ഇതാ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറക്കപ്പെടുന്നു. ആ വാതിലിന്റെ അടുത്ത് നിന്നോ. നരകം പിന്നെ നിനക്ക് നഗ്നമായ ചിത്രമായിരിക്കും. എന്നാൽ നരകത്തിലെ ഭയാനകത നിനക്ക് കേൾക്കില്ല. ചൂടിന്റെ ഒരു ലവലേശം പോലും നീ അറിയില്ല. അതാ ഗ്ലാസ് സംവിധാനത്തിൽ നീ എല്ലാം കാണും. ശരിക്കും ശക്തമായ മറയുണ്ടാകും രണ്ടിന്റെയും ഇടയിൽ. എന്നാലോ മറയില്ലാത്തതുപോലെ നിനക്ക് ഇങ്ങനെ നിൽക്കാം. അങ്ങനെ ആ ഡോറിന്റെ അടുത്തവൻ വന്നിട്ട് അതാ ഹലോ ജഅഫർ എന്ന് വിളിക്കുമ്പോ ജഅഫർ സുബ്ഹാനല്ലാഹ് ഇവനെ നോക്കുന്നു. ഇതൊക്കെ റസൂലുള്ള പറയാ ഈ ആയത്തിന്റെ ചർച്ചയിൽ. ആയത്ത് ഞാൻ പിന്നെ ഓതിത്തരാം. ഇത് റസൂലുള്ള വിശദീകരിച്ചതാ. തഫ്സീർ ദുറുൽ മൻസൂർ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇവനിങ്ങനെ കൈയടിച്ചു വിളിക്കും, സുഹൃത്തേ, കണ്ടോ എടാ, അന്ന് ഞാൻ നെരിയാണിയുടെ മേലെ മുണ്ടുടുത്തപ്പോ നീ എന്നെ പരിഹസിച്ചില്ലേ? നീ നാട് മുഴുവൻ അടിച്ചുവാരി നടന്നില്ലേ? ഞാൻ ദീനിന്റെ പോസ്റ്റർ ഒട്ടിച്ചപ്പോ നീ എന്നെ പരിഹസിച്ചില്ലേ? അതേ മോനെ, അതെ. എന്നാൽ അന്ന് ഞാൻ സ്വർഗമുണ്ട് എന്ന് പറഞ്ഞപ്പോ നീ എന്നെ കളിയാക്കിയില്ലേ? എന്ത് സ്വർഗം, എന്ത് നരകം, എന്ത് മരണം, എന്ത് സിറാത്ത് എന്നൊക്കെ ചോദിച്ചില്ലേ? മരിച്ചാ മണ്ണാകല്ലാതെ പിന്നൊരു ജീവിതം ഉണ്ടോ എന്ന് ചോദിച്ചില്ലേ? നിനക്കത് ഈമാനായിട്ടില്ലായിരുന്നല്ലോ, നീയും മാപ്പിളയായിരുന്നല്ലോ, നിനക്ക് മനസ്സിൽ തട്ടിയിട്ടില്ലായിരുന്നല്ലോ, അല്ലേ? അതെ. എന്നാ നോക്കടോ, ഞാൻ അന്ന് പറഞ്ഞിരുന്ന സ്വർഗത്തിലായി കഴിയുന്നത്. നോക്കിക്കോ എന്റെ സ്വർഗത്തിലെ സൗകര്യങ്ങള്. അന്ന് പറഞ്ഞ പഴവർഗ്ഗങ്ങളൊക്കെയുണ്ട്. ആപ്പിളിതാ, ഉറുമാനിതാ, ഈത്തപ്പഴമിതാ, ഏത് പഴം വേണമെങ്കിലും കഴിക്കാം. ഇതെന്റെ ഹൂരിയാണ്, എനിക്ക് അല്ലാഹു തന്ന സ്വർഗീയ തരുണിമണികളാണ്, എന്റെ നാട്ടിലെ ഭാര്യയാണിത്. ഇങ്ങനെ ഇവന് ഇഹലോക തരുണിമണികളും അതുപോലെ തന്നെ സ്വർഗീയ തരുണിമണികളും ഇവരെയൊക്കെ ചൂണ്ടിക്കാണിച്ച് അതാ സ്വർണത്തിന്റെ ബെഡുകൾ ഉണ്ടെന്ന് പറഞ്ഞു നാളെ ചർച്ച ചെയ്യാൻ പോകുകയാണ്. ആ സ്വർഗത്തിന്റെ തലയിണ, സ്വർഗത്തിന്റെ ബെഡുകളാണിത്. കണ്ടോ നീ, സ്വർണ്ണക്കട്ടിലുകളാണിത്. ഇതൊക്കെ പറഞ്ഞപ്പോ അന്ന് നീ എന്നെ പരിഹസിച്ചില്ലേ? കണ്ടോ നീ, കണ്ടോ, ശരിക്കാസ്വദിച്ചോ എന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറയാൻ, ജഅഫർ വിളിച്ചു പറയും, എടാ പറ്റിപ്പോയടാ, പറ്റിപ്പോയി. അന്ന് ഞാൻ നിന്നെ പരിഹസിച്ചു, അന്ന് ഞാൻ നിന്നെ തെറി പറഞ്ഞു, അല്ലേ? പർദ്ദ ധരിക്കാൻ പറഞ്ഞപ്പം മടിയുള്ള പെണ്ണ് പർദ്ദ ധരിച്ചവളെ കൊത്താമ്പി എന്ന് വിളിച്ചില്ലേ? പർദ്ദ ധരിച്ചവളെ അവൾ പരിഹസിച്ചില്ലേ? അവൾക്ക് ഇഷ്ടം അവളുടെ മാംസളഭാഗങ്ങൾ പ്രദർശിപ്പിക്കലായിരുന്നു. എന്നാൽ മറച്ചു വെക്കുന്നവളെ അടക്കം അവൾ മുഷിപ്പിച്ചു. എന്നാൽ അവളെ നാളെ വിളിക്കും ഇവൾ, ഇങ്ങനെ ആകുമ്പേടി പറ്റിപ്പോയി, എനിക്ക് അബദ്ധം പറ്റിപ്പോയി, ഇപ്പോൾ ഞാൻ തിരുത്തിയിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ അഷ്റഫേ, നിന്റെ ആ സ്വർഗം എനിക്ക് വേണ്ട. ആ ഹൂർലിങ്ങളെ നീ മാറ്റിവെച്ചോ, പഴം നീ കഴിച്ചോ, ആ സുഖ സൗകര്യങ്ങളൊന്നും എനിക്ക് വേണ്ട. കണ്ടില്ലേ അഷ്റഫേ, കത്തി കരിയുന്നു, വേദന സഹിക്കാൻ വയ്യടോ. 70% ഇരട്ടി ശിക്ഷയുണ്ടാകുമെന്ന് പറഞ്ഞപ്പോ, നരകത്തിലെ ദുനിയാവിലെ തീനേക്കാൾ 70 ഇരട്ടി ചൂടുണ്ടാകുമെന്ന് പറഞ്ഞപ്പോ ഞാൻ അന്ന് നിന്നെ പരിഹസിച്ചു. ഉണ്ടടാ, തീർച്ചയായിട്ടും 70 അല്ല 140 ഉണ്ട്. ഇത് എല്ലാ നിലക്കും
എനിക്ക് ഉറപ്പായിട്ടുണ്ട്, ഞാൻ നിന്റെ അടുത്തേക്ക് വരട്ടെ, ആ പറഞ്ഞ സൗകര്യങ്ങളൊക്കെ അങ്ങ് മാറ്റിവെച്ചോ, സ്വർഗത്തിന്റെ ആ തിണ്ണയിലൊന്ന് എന്നെ കയറി നിൽക്കാൻ അനുവദിക്കോ, എനിക്ക് ഈ നരകത്തുനിന്നൊന്ന് സലാമത്താകാനാ എന്ന് പറയുമ്പോ ഇവൻ വിളിക്കുന്നു വാ. അഷ്റഫ് വിളിക്കും. ഇത് റസൂലുള്ള നേരെ ഹദീസിൽ ഇങ്ങനെ പറഞ്ഞതാ. ഹദീസ് വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം. വിളിക്കും വാ. അങ്ങനെ ഓടി വന്ന് ഇവന്റെ അടുത്തേക്ക്, വാതിലിന്റെ അടുത്തേക്ക് എടുത്തു, സ്വർഗത്തിന്റെ വാതിലിന്റെ അടുത്തേക്ക് അടുത്തുമ്പോ വാതിൽ ക്ലോസ് ചെയ്യും, വാതിലാണ്ട് അടക്കും. അതോടുകൂടെ നരകത്തിന്റെ ചുമതലയുള്ള മലക്കുകൾ ഇവൻ ഒരൊറ്റ തട്ട നരകത്തിന്റെ നടുക്ക് ഇവനെടുത്തിട്ടാണ് എറിയും. ഇവൻ വീണ്ടും തുറന്നിട്ട് ചോദിക്കും, അല്ല ജാഫറേ, നീ എന്ത് പണിയാടാ ചെയ്തത്? നിന്നെ ഞാൻ വിളിച്ചു, നീ ഇവിടെ എത്തി, നീ എന്താ അങ്ങോട്ട് തന്നെ പോയി? അപ്പൊ ഇവൻ പറയാ, എടാ നീ എന്നെ പറ്റിച്ചതല്ലേ, ആവട്ടെ, നീ എന്നെ പറ്റിച്ചില്ലേ, ശരിക്ക് നീ എന്നെ പറ്റിച്ചു. ഞാൻ ഓടി വരുമ്പോ നീ വാതിലടച്ച് എന്നെ ശരിക്ക് പറ്റിച്ചു, പരിഹസിച്ചു കളഞ്ഞല്ലേ മോനെ, അങ്ങനെ ചെയ്യല്ല മോനെ, ഇത് സഹിക്കാൻ കഴിയാത്തത് കൊണ്ടാ. അങ്ങനെ ഇവൻ ഓടി വരും. റസൂലുള്ളാഹി പറഞ്ഞു, മലയോളം വലുപ്പത്തിൽ തീജ്വാലകൾ കീറി മുറിച്ചാ ഇവൻ വരിക. ആ സമയത്ത് ഇവൻ അടുത്തെത്തുമ്പം വീണ്ടും വാതിൽ നടക്കും. അല്ലാഹുവിന്റെ കൽപ്പനയാണ് ഇതൊക്കെ. കണ്ടോ, ദുനിയാവിൽ പരിഹസിച്ചതിന് തിരിച്ചു പരിഹസിക്കുക. അങ്ങനെ നബിതങ്ങൾ പറയുന്നു, 100ാമത്തെ തവണ ഇവൻ അവനെ വിളിച്ചാലും അവൻ വരും. എന്തേ കാരണം? അവൻ അനുഭവിക്കുന്നതിന്റെ കടുപ്പം കൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് സലാമത്തായി കിട്ടുമോ നോക്കാൻ. നമ്മളെ ദുന്യാവിന്ന് 2 വട്ടം വെച്ച് അട്ടിയാണ്ട് പിന്നെ 3ാമത്തെ വട്ടം വിളിച്ചാൽ നമ്മൾ വരുമോ? വരൂല. പക്ഷെ നരകത്തുനിന്ന് എത്ര വട്ടം വരും? കാരണം എങ്ങനെയെങ്കിലും ഒന്ന് സലാമത്തായെങ്കിലും എന്ന് വിചാരിച്ചു. എന്നാ മോചനം ഉണ്ടോ? ഇല്ല. എല്ലാ തവണയും വാതിലടക്കും. എല്ലാ തവണയും വാതിലടക്കും. ഇവർക്ക് എവിടുന്ന രക്ഷപ്പെടാൻ കഴിയാം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, ആ ആയത്തിന്റെ അർത്ഥം കൂടെ വായിച്ചിട്ട് പറയാം. ഇന്നല്ലദീന ജറമു, തീർച്ചയായിട്ടും തെറ്റുകുറ്റങ്ങൾ ചെയ്ത റൗഡികൾ, ഇന്നല്ലദീന ജറമു, തീർച്ചയായിട്ടും കുറ്റവാളികൾ, കാനൂ മിനല്ലദീന ആമനൂ യദ്ഹകൂൻ, അവരെന്റെ സത്യവിശ്വാസികളെ പരിഹസിക്കുന്നവരായിരുന്നു. തെറ്റു ചെയ്ത റൗഡികൾ എന്റെ സത്യവിശ്വാസികളെ പരിഹസിക്കുന്നവരായിരുന്നു. അവർ എന്റെ സത്യവിശ്വാസികളെ പരിഹസിക്കുകയായിരുന്നു. ഇന്നല്ലദീന അജ്റമൂ കാനൂ മിനല്ലദീന ആമനൂ യദ്ഹകൂൻ. മട്ടത്തിലും കോലത്തിലും നടക്കുന്നവരെ അവർ കളിയാക്കുകയായിരുന്നു. ആ സജ്ജനങ്ങളുടെ അടുത്തുകൂടെ ഈ റൗഡി സെറ്റ് നടന്നു പോകുമ്പോ അവർ കൈകൊണ്ടും കാലുകൊണ്ടും കണ്ണുകൊണ്ടും ഒക്കെ ആംഗ്യഭാഷയിൽ പരിഹസിച്ചു സംസാരിക്കും. അവരുടെ അടുത്തുകൂടെ നടന്നു പോവുകയാണെങ്കിൽ ആക്കി സംസാരിക്കും. അതൊക്കെ നമ്മൾ ശരിക്കും ഇങ്ങനെ അനുഭവിക്കല്ലെന്ന്. ഒരാള് ശരിക്കൊരു മതബോധമുള്ള ഒരാള് മതത്തിന്റെ ചിട്ടയിൽ ഒതുങ്ങി ഇങ്ങനെ പ്രവർത്തിച്ചാൽ, ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തുണി ഒന്ന് കയറ്റി കൊടുത്താൽ, പാൻസ് ആണെങ്കിൽ പ്രത്യേകിച്ചും, കാരണം പാൻസ് ആവണമെങ്കിൽ കുറച്ച് ഇറക്കണം എന്നാണല്ലോ, അത് കുറച്ചൊന്ന് കയറ്റി കൊടുത്താൽ മറ്റോല് കമ്പനി ഇങ്ങനെ കൂടി ഇങ്ങനെ ആക്കും. അതാപ്പോ ഈ ഖുർആനിൽ പറഞ്ഞു, കൈയോണ്ടും കണ്ണുകൊണ്ടും ഒക്കെ ആംഗ്യ ഭാഷയിൽ സംസാരിച്ച് പരിഹസിക്കും. കൈയോണ്ട് സംസാരിക്കുക, കണ്ണുകൊണ്ട് സംസാരിക്കുക, അതിനാണ് യതഗാമസൂൻ എന്ന് പറയുന്നത്. നേരം വെളുക്കാത്ത കക്ഷി അല്ലേ, അത് പറയുന്നുണ്ട്. അങ്ങനെ ഈ സജ്ജനങ്ങളുടെ അടുത്തുകൂടെ നടന്നുപോയ ഈ ദുർജനങ്ങൾ, ഈ റൗഡി സെറ്റ്, അവരവരുടെ നിശാ ക്ലബിലെത്തിയാൽ, അവരവരുടെ പാർട്ടിയോടൊപ്പം ചേർന്നാൽ, അവരവരുടെ കമ്പനിയിലേക്ക് തിരിച്ചു ചെന്നാൽ, അവരവരുടെ കമ്പനിയിലേക്ക് തിരിച്ചു ചെന്നാൽ, കാരണം ഇവര് പോണ നിശാ ക്ലബിലേക്കാണ്, നിശാസുന്ദരികളെയും പ്രതീക്ഷിച്ചാ പോകുന്നത്. അങ്ങനെ ഇവർ അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്തു ചെയ്യും? ഈ വഴിയോരത്ത് കണ്ട കാഴ്ച പറഞ്ഞു ഉല്ലസിച്ച് ചിരിക്കും അവർ. നമ്മൾ പോരുമ്പോ കുറച്ച് അന്തംഗമ്മികൾ ഇരുന്നത് അല്ലെങ്കിൽ ഖുർആൻ ക്ലാസ്സിന് പങ്കെടുത്ത് പഠിക്കാൻ പോയി, ക്ലാസ്സിന് പോയി, നരകം സ്വർഗമൊക്കെ ചർച്ച ചെയ്യും. സുഖമില്ലാത്ത ബാച്ചിലെ അവരിവരെ കണ്ടാൽ, സാലിഹീങ്ങളെ ആ ദുർജനങ്ങൾ കണ്ടാൽ, ഈ റൗഡി സെറ്റ് കണ്ടാൽ, കാലു അവര് പറയും, തീർച്ചയായിട്ടും ഇന്നഹാഉലായി. ഇങ്ങനെ ഒരു നല്ല ചിട്ടയിൽ ഇങ്ങനെ നടക്കുന്നവരെ കണ്ട ഇന്നഹാഉലായി, തീർച്ചയായിട്ടും ഇവരെല്ലാം നേരം വെളുക്കാത്തൊരു കൂട്ടരാട്ടോ എന്ന് പറയുന്നു. കേട്ടോ ഞാൻ പറയണ നേരം വെളുക്കാത്തൊരു ടീമിലെ എന്ന് പറയുന്നു. ഇവരെ നോക്കിയിട്ട് നേരം വെളുക്കാത്ത ഒരു ടീമാണെന്ന് പറയുമല്ലേ.
എന്നാൽ അല്ലാഹു പറയുന്നു വമാ ഉർസിലു അലൈഹിം ഹാഫിളീൻ, എന്റെ അടിമകളുടെ കാര്യം നോക്കാൻ എന്റെ അടിമകളുടെ വാർഡന്മാരായി ഞാൻ അവരെ നിയോഗിച്ചിട്ടില്ല. എന്റെ അടിമകൾ എങ്ങനെയാണ് നടക്കുന്നത്, അവരെവിടെ തുണി എടുത്തത്, അവരെങ്ങനെയാ നടക്കുന്നത്, അവരെന്താ പറയുന്നത്, അവരെന്താ ചെയ്യുന്നത്, അത് നോക്കാൻ ഞാൻ ഓലെ ഏൽപ്പിച്ചു. ഓലെ പണിയെടുത്താ പോരെ. വമാ ഉർസിലു അലൈഹിം ഹാഫിളീൻ, എന്റെ സജ്ജനങ്ങളുടെ കാര്യം നോക്കാൻ അവരുടെ വാർഡന്മാരായി ഇവരെ നിയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് അതാ നമ്മൾ പറഞ്ഞ വിഷയത്തിക്ക് പെടാത്തിയത് ഫൽയൗമല്ലദീന ആമനൂ മിനൽ കുഫാരി യദ്ഹകൂൻ. അതുകൊണ്ട് ഇന്ന് പരലോകത്ത് വെച്ച് ഇവിടെ ഒന്ന് പറഞ്ഞാരോ, ആദ്യം സ്വർഗ്ഗം നരകമൊക്കെ പറഞ്ഞതിന് ശേഷം ഈ പരലോകത്ത് വെച്ച് അല്ലദീന ആമനൂ മിനൽ കുഫാരി യദ്ഹകൂൻ, ആ നന്ദി കെട്ട വർഗത്തെ എന്റെ മുഅ്മിനീങ്ങൾ പരിഹസിക്കുന്നതാണ്. കുഫാർ എന്ന് പറഞ്ഞാൽ പച്ച കാഫിരീങ്ങൾ എന്ന് മാത്രമല്ല, നന്ദി കെട്ട വർഗത്തെ പരിഹസിക്കും. അതാ മാപ്പിളെ എന്ന് പറഞ്ഞിട്ട് യാതൊരു ബോധവുമില്ലാതെ നന്മയെ കൊച്ചാക്കിയവൻ, നല്ലതിന്റെ പക്ഷത്ത് നിൽക്കുന്നവരെ കുതിരയാക്കിയവൻ, അവനെ മുഴുവനും പരിഹസിക്കും. അതാ ഇവരെങ്ങനെയാ പരിഹസിക്കുക? ഇവർ സ്വർഗത്തിലെ അലങ്കൃത സോഫകളിൽ ഡെക്കറേഷൻ ചെയ്തൊരുക്കിയ ആ സോഫകളിൽ മുഖാമുഖം ഇരുന്ന് സന്തോഷിച്ചുകൊണ്ട് ഇവർ തമ്മാടികളെ റൗഡികളെ നോക്കിയിട്ട് പരിഹസിക്കും. നന്ദി കെട്ടവരുടെ ചെയ്തിക്കുള്ള പ്രതിഫലമായിട്ടില്ലയോ? അതേ അതേ പഠിച്ചവരെ ആയിട്ടുണ്ട്, 100% ഞങ്ങളെ നീ കാക്കണം റഹ്മാനെ, ഞങ്ങളെ നീ കാക്കണം റഹ്മാനെ. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, ആ പരിഹാസാണ് റസൂലുള്ള വിശദീകരിച്ച് ഇങ്ങനെ നിന്ന് പരിഹസിക്കും. സുഹൃത്തെ, അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നന്മ ചെയ്യൂല എന്നതല്ല, നന്മ ചെയ്യാതിരിക്കൽ ഭയങ്കര തെറ്റാണ്. നല്ലത് ചെയ്യാതിരിക്കാന്നല്ല, നല്ലത് ചെയ്യുന്നവരെ കുതിര കയറണ്ട, അത് അപകടം ചെയ്യും. നല്ലത് ചെയ്യുന്നവരെ ഒരിക്കലും കുതിര കയറണ്ട. നമ്മക്കാകൂലെങ്കിൽ ചെയ്യുന്നവർ ചെയ്തോട്ടെ, അതുമല്ല കുതിര കയറാൻ പോകണ്ട, അത് കൂടുതൽ അപകടം ചെയ്യും. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇന്നത്തെ സംസാരത്തിന്റെ ആകത്തുക നാളെ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ മാറണം. ഏറ്റവും ചുരുങ്ങിയ ഫാൻസൊക്കെ എല്ലാവരും അടുപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. അത് ഞാൻ പറഞ്ഞതുപോലെ നീളം കുറക്കാൻ കഴിയുന്നവർ കുറക്കണം. അല്ലെങ്കിൽ ദിവസവും മാറ്റുന്ന ഒരാൾ ഇങ്ങനെ തെരച്ചു വെച്ചാലും പക്ഷേ നമുക്ക് അതിനോട് അത്ര യോജിപ്പില്ല. കാരണം അത് എല്ലാ നിലക്കും ഇസ്ലാം അതിനെയൊന്നും അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് എന്താ കൃത്യമായിട്ടാണ് അടുപ്പിച്ചാലും ഒന്ന് മാറി നോക്ക്, ഒന്ന് മാറാൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ നോക്കുക, നല്ല മുസ്ലിം ബോധമുള്ള ഇസ്ലാമിക ചിട്ടയുള്ള ഒരുപാട് ഡോക്ടർമാരും എഞ്ചിനീയർമാരും അവരൊക്കെ നടക്കുന്ന കാണുമ്പോൾ നമുക്ക് വല്ലാത്ത അത്ഭുതം തോന്നുന്നു. അവർക്കൊന്നും ഒരു മടിയില്ല. പിന്നെ നമ്മളിപ്പോ എന്തിനായി മടിക്കുന്നത്? ഈ അങ്ങാടി ചെക്കന്മാര് നമ്മളെ പരിഹസിക്കുന്നത്, അവര് പരിഹസിച്ചാൽ നാളെ നമുക്ക് കിട്ടാനുള്ള ഗുണമല്ലേ? എന്തിനാ നമ്മൾ വിടുന്നത്? അതുകൊണ്ട് ആരും ഒഴിവാക്കണ്ട. സുല്ലത്തും മിനൽ അവ്വലീൻ വഖലീലും മിനൽ ആഖിരീൻ. നല്ല ബോധത്തോടുകൂടെ ജീവിക്കുന്ന സാബിഖീങ്ങൾ മുൻഗാമികളിൽ ഇഷ്ടം പോലെ ഉണ്ടാകും, പിൻഗാമികളിൽ വളരെ ചുരുക്കേ ഉണ്ടാവുള്ളൂ. ഈ മുൻഗാമികളിൽ ഇഷ്ടം പോലെ ഉണ്ടാകും പറഞ്ഞാൽ ആദം നബിയുടെയും മറ്റു ഉമ്മത്തുകളിലും ഇഷ്ടം പോലെ ഉണ്ടാകും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽ കുറച്ചേ ഉണ്ടാവുള്ളൂ എന്ന അർത്ഥം പറഞ്ഞവരും ഉണ്ട് വ്യാഖ്യാതാക്കളുടെ കൂട്ടത്തിൽ. പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ തന്നെ, ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതിൽ ഏറ്റവും പ്രബലമായത് മാത്രമാണ് ഞാൻ ഇവിടെ ഉദ്ധരിക്കാൻ. അതൊക്കെ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി, അബു സുഊദ് റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം നസഫി റഹ്മത്തുള്ളാഹി അലൈഹി ഇവരൊക്കെ പറഞ്ഞത് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽ തന്നെ മുൻഗാമികളും പിൻഗാമികളും അങ്ങനെ ആവണം. അത് കാരണം എന്തുകൊണ്ട്? മുൻഗാമികളിലൊക്കെ മുഖറബീങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്, റസൂലുള്ളാഹിന്റെ ഉമ്മത്തിൽ ഇല്ല എന്നുള്ളത് ഒരിക്കലും പറയാൻ പാടില്ല. മാത്രമല്ല ഖുർആൻ ഇറങ്ങിയത് റസൂലുള്ളാഹിന്റെ ഉമ്മത്തിനാണ്. അതുകൊണ്ട് ഈ കാര്യം പറയുന്നത് റസൂലുള്ളാഹിന്റെ ഉമ്മത്തിനോടാണ്. ആയിഷ ബീവി പറഞ്ഞു, ഇതുപോലെ എല്ലാ ഉമ്മത്തിലും ഉണ്ടാകും, അവ്വലീങ്ങളിൽ സുല്ലത്തുണ്ടാവും, ആഖിരീങ്ങൾ. കാരണം പ്രവാചകന്റെ സാന്നിധ്യം ഉണ്ടാവുമ്പോൾ എല്ലാവരും നന്നാകും. പിന്നെ അങ്ങനെ ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും അങ്ങനെ പോരുമ്പോൾ അതിങ്ങനെ കുറഞ്ഞു വരും. ഈ കാലഘട്ടത്തിൽ ചെറിയ ഒരു ഉളുപ്പുള്ളവന് വലിയ സ്ഥാനം ഉണ്ടാവും. അങ്ങനെയാണ് അതിന്റെ സ്ഥാനം, അതിന്റെ അവസ്ഥ. അതുകൊണ്ട് മുൻഗാമികളിൽ എന്ന് പറഞ്ഞാൽ മിനൽ അവ്വലീൻ എന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിൽ നിന്നുള്ള മുൻഗാമികൾ തന്നെയാണ്. കാരണം കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി അതിനെ ഗണ്ണിച്ചു സംസാരിച്ചിട്ടുണ്ട്. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, രണ്ടും നമ്മുടെ ഉമ്മത്തിൽ തന്നെയാണ്. മുൻഗാമികളിൽ എല്ലാ ഉമ്മത്തിലും അങ്ങനെ ഉണ്ടാകും. മുൻഗാമികളിൽ ഒരു കൂട്ടം മുഖറബീങ്ങൾ ഉണ്ടാകും, പിൻഗാമികളിൽ വളരെ ചുരുക്കായിരിക്കും. അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ വളരെ ചുരുക്കായിരിക്കും, ഇനി വരാനുള്ളവരിൽ ചുരുക്കായിരിക്കും. പക്ഷെ മുൻഗാമികളിലോ സുദ്ദീഖുൽ അക്ബറിനെ നോക്കിയാലും മുഖറബ, ഉമർ ഇബ്നുൽ ഖത്താബിനെ നോക്കിയാലും മുഖറബ, ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ നോക്കിയാലും മുഖറബാൻ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ നോക്കിയാലും മുഖറബാൻ. എല്ലാവരെയും നാം ശ്രദ്ധിക്കുന്നവരൊക്കെ മുഖറബീങ്ങളാണ്.
അതിന്റെ ചെറിയൊരു ലിസ്റ്റാണ് നമ്മൾ കേട്ടത്. സിദ്ദീഖുൽ അക്ബറിനെ പരിചയപ്പെട്ടു, ഉമർ ഇബ്നുൽ ഖത്താബിനെ പരിചയപ്പെട്ടു, അലി ഇബ്നു അബീ താലിബിനെ പരിചയപ്പെട്ടു, മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ പരിചയപ്പെട്ടു. അല്ലാഹു അവരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. നമ്മൾ ഈ പള്ളിയിൽ വെച്ച് അവരെ കുറിച്ച് പറഞ്ഞല്ലോ, അതിന്റെ ബർക്കത്ത് കൊണ്ട് റബ്ബേ ഞങ്ങളെ നീ സലാമത്താക്കണേ സലാമത്താക്കണേ റഹ്മാനെ, സലാമത്താക്കണേ റഹ്മാനെ. പഠിച്ചവരെ ഞങ്ങളെ ഒരിക്കലും നീ പരീക്ഷിക്കരുത് റഹ്മാനെ. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ തന്നെ പറഞ്ഞു, അഫ്തുല്ലത്താനി ജമീഅൻ മിൻ ഉമ്മത്തി സുല്ലത്തും മിനൽ അവ്വലീൻ വ സുല്ലത്തും ഖലീലും മിനൽ ആഖിരീൻ എന്ന് പറഞ്ഞ ഈ രണ്ട് വിഭാഗവും എന്റെ ഉമ്മത്തിൽ നിന്ന് തന്നെയാണ്. അപ്പൊ ആ ഹദീസും കൂടെ കൂട്ടി വെക്കുമ്പോൾ എന്തായാലും അതിന്റെ അർത്ഥം അങ്ങനെയാണ് ആവേണ്ടത്. മുൻഗാമികളിൽ എന്ന് പറഞ്ഞാൽ ഈ ഉമ്മത്തിന്റെ മുൻഗാമികളിൽ ഒരു കൂട്ടമുണ്ട്, ഈ ഉമ്മത്തിന്റെ പിൻഗാമികളിൽ കുറച്ചേ ഉണ്ടാവുള്ളൂ. അതെല്ലാവർക്കും ബാധകമാകും. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന ആ പവർ ഹൗസ്, അതിൽ നിന്ന് നേരിട്ട് ഈമാൻ സ്വീകരിച്ചവർക്ക് നല്ല മാറ്റം ഉണ്ടാകും. അവരുടെ ഈമാനിന് തിളക്കം ഉണ്ടാകും. അല്ലാഹു ആ തിളക്കമുള്ള ഈമാൻ ഉള്ളവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. റബ്ബേ ഞങ്ങളെ നീ സലാമത്താക്കണേ റഹ്മാനെ. അൽഹംദുലില്ലാഹ്.